ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുതലപ്പൊഴിയിലാണ്. അപ്പോൾ നിങ്ങളും കണ്ടു കാണും, ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയിലെല്ലാം തുറന്നു കഴിഞ്ഞാൽ മുതലപ്പൊഴിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് മുതലപ്പൊഴിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതറിയാനാണ് നമ്മൾ എത്തിയത്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഏകദേശം 7-8 കിലോമീറ്ററേ ഉള്ളൂ മുതലപ്പൊഴി പോകാൻ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ കണ്ടത് ശരിക്കും ന്യൂസ് ചാനലെല്ലാം പറയും പോലെ സത്യമായ കാര്യമാണ്. ആദ്യമായി മുതലപ്പൊഴി അഴിമുഖം പൂർണ്ണമായും മണൽ മൂടി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടിയിരിക്കുകയാണ്. അവിടെ ഡ്രഡ്ജിങ് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും അതിനൊരു പോംവഴി അല്ലെന്നാണ് തോന്നുന്നത്. വൻതോതിൽ മണൽ അവിടെ അടിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും. ശരിക്കും മുമ്പൊക്കെ ഈ പാലത്ത് നിന്ന് കഴിഞ്ഞാൽ ബോട്ടുകളും വള്ളങ്ങളും ഈ പൊഴി മുറിച്ച് കടലിലേക്ക് പോകുന്നതെല്ലാം കാണാമായിരുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ പൊഴിയിൽ കൂടിയാണ് കടലിലേക്ക് ഇറങ്ങിയിരുന്നത്. ഇപ്പം ഇതോടുകൂടി അപ്പോൾ അവർക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതൊരു സന്തോഷമുള്ള കാര്യമാണെങ്കിലും പുതിയൊരു ബീച്ചും കൂടെ അവിടെ രൂപപ്പെട്ടു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെയല്ല, അവരുടെ അന്നം മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ഫോളോവേഴ്സ് നമ്മളുടെ ഇങ്ങോട്ട് വന്ന് മിണ്ടുകയും വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായുള്ള കാര്യമാണ്. നമ്മളെ വീഡിയോ അവർ ഓർത്ത് വെച്ചിരിക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ കണ്ടപ്പോൾ തന്നെ അവരെല്ലാം വന്ന് മിണ്ടണതും എല്ലാം. അവിടെ സമരപ്പന്തലുകളൊക്കെ കെട്ടിയിരിക്കുന്നത് കണ്ടു. ഇതിനെതിരെ സർക്കാരിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ സമരം നടക്കുകയാണ്. ഈ മണൽ മാറ്റാൻ വേണ്ടി വെറുതെ മണൽ മാത്രം മാറ്റിയാൽ പോരെ, ഏകദേശം 6 മീറ്റർ ആഴത്തിലെങ്കിലും മണൽ മാറ്റേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് ബോട്ടും കൊണ്ട് കടലിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അവിടെ വലിയ ഹിറ്റാച്ചിയും JCB എല്ലാം കൊണ്ട് മണലെല്ലാം നീക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കണേക്കാൾ അപ്പുറം മണലാണ് അവിടെ അടിഞ്ഞിരിക്കുന്നത്. ഇതെന്തായാലും ഒറ്റ ദിവസം കൊണ്ടുണ്ടായ പ്രതിഭാസമൊന്നുമല്ല. വർഷങ്ങൾ കൊണ്ട് മണൽ അടിഞ്ഞടിഞ്ഞുണ്ടായാണ് ഈ അഴിമുഖം അടഞ്ഞിരിക്കുന്നത്. മുമ്പും മത്സ്യത്തൊഴിലാളികൾ ഈ ഇവിടുത്തെ സർക്കാരിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നൊന്നും നടപടി എടുത്തിട്ടില്ല.